ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താല് 1,52,000 കോടി രൂപയുടെ അധിക വരുമാനം സമാഹരിക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞു. തനത് നികുതി വരുമാനം 47,000 കോടി രൂപയിൽ നിന്ന് 73,000 കോടി രൂപയായി ഉയർന്നു. ഇപ്പോ അത് 83,000 കോടിയിലേക്ക് എത്തുകയാണ്. ഇത് നികുതിയേതര വരുമാനത്തിലും കാണാൻ കഴിയും. ഗണ്യമായ വർധനവ് നികുതിയേതര വരുമാനത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നികുതി വരുമാനത്തിലും നികുതിയേതര വരുമാനത്തിലും നല്ല വർധനവ് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇവിടെ CAGയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടുകൾ ഒരു പ്രധാന കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിന്റെ തനത് വരുമാന ശേഷി രാജ്യത്തിന്റെ ശരാശരിയേക്കാൾ ഉയർന്നതാണ്. അതാണ് CAG വെളിപ്പെടുത്തുന്നത്. രാജ്യത്ത് ശരാശരി കാണാൻ കഴിയുക ഏകദേശം 48% വരുമാനശേഷി. എന്നാൽ കേരളത്തിൻ്റെത് 60% മുകളിലാണ്. നമ്മൾ ചില വർഷങ്ങളിൽ 70% അടുത്തെത്തിയിട്ടുണ്ട്. അതായത് സ്വന്തം വരുമാനശേഷി ശക്തിപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. ഇത്തരമൊരു സാഹചര്യം, ഭദ്രമായ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് കേരളം കടക്കണിയിലാണ് എന്ന ആരോപണം ഉയർത്താൻ ചിലർ ശ്രമിക്കുന്നത്. എന്നാൽ കണക്കുകൾ മറിച്ചാണ്. കേരളത്തിന്റെ പൊതുകടം GSDPയോട് താരതമ്യം ചെയ്താൽ ഏകദേശം 24.71%. ഇവിടെ രാജ്യം നമ്മൾ മാത്രം ഒരു സംസ്ഥാനമല്ലല്ലോ, ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ 25%-ലധികം ഈ GSDPയുമായി താരതമ്യം ചെയ്യുമ്പോൾ പൊതുകടമുള്ളത് നമ്മുടെ രാജ്യത്ത് 16ഓളം സംസ്ഥാനങ്ങളാണ്. അത് 25%-ൽ അധികം. എന്നാൽ 30%-ലധികം ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. കടം 30%-ലധികം. അത് 8ഓളം സംസ്ഥാനങ്ങളുണ്ട്. അപ്പൊ ഈ 14 ഇതില് 8 ഈ പട്ടികയിലൊന്നും നമ്മൾ പെടുന്നില്ല. നമ്മൾ അപകടകരമായ സ്ഥാനത്തല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. അതിനേക്കാളും പ്രധാനമായി നാം എടുക്കുന്ന കടം എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് ഭൂരിഭാഗവും വികസനത്തിനാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരുമാനം സൃഷ്ടിക്കുന്ന മേഖലകളിലാണ് നിക്ഷേപം. 2021 38.47% കടം GSDP അനുപാതം ഇന്ന് 33.44% കുറഞ്ഞിരിക്കുകയാണ്.
ഇത് നിയന്ത്രിതമായ ധനനയത്തിൻ്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെ കേരളം കടക്കണിയിലാണ് എന്ന പ്രചരണത്തിന് വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ല. അതൊരു രാഷ്ട്രീയ പ്രചാരണം മാത്രമാണ്. ശക്തമായ വരുമാനശേഷി, നിയന്ത്രിതമായ കടം, വികസന രംഗത്തുള്ള നിക്ഷേപം, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ചേർന്ന് ഉറച്ച സാമ്പത്തിക ഭദ്രതയാണ്, അടിത്തറയാണ് കേരളത്തിന് ഉള്ളത്. ഈ മുന്നേറ്റം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. നമ്മുടെ LDF എന്ന മുന്നണിക്കുള്ള ശരിയായ ദിശാബോധവും ആണിതിന് വഴിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം 2016-21 കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് 21-26 കാലത്ത് തുടർച്ചയുണ്ടായി. കേരളത്തിന്റെ ചരിത്രം ജനങ്ങൾ തിരുത്തുകയായിരുന്നു. ആ തിരുത്തൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് സഹായകമായി. തുടർ ഭരണം നല്ല തോതിൽ കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിച്ചു.